എല്ലാവർക്കും സക്സസ് പാത്തിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേരള നവോത്ഥാനം. അപ്പോൾ നവോത്ഥാനത്തിൽ അവിടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ. അപ്പോൾ ഈ ഒരു അധ്യായം 7ാം ക്ലാസ്സുകാരുടെ 8ാമത്തെ അധ്യായമാണ് നവകേരള സൃഷ്ടിക്കായി. ഈ ഒരു ചാപ്റ്ററിൽ അവർക്ക് പഠിക്കാനുള്ളത് നവോത്ഥാന നായകന്മാരായ വൈകുണ്ഠസ്വാമികളെ കുറിച്ചും ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെ പൊയ്കേൽ യോഹന്നാൻ, ചട്ടമ്പി സ്വാമികളെ കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട PSC ചോദിക്കുന്ന പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നോക്കി പോകുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സക്സസ് പാത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഓക്കെ. കമൻസും കൂടി ആഡ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻസ് ആഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8ാമത്തെ അധ്യായം 7ാം ക്ലാസ്സുകാരുടെയാണ് നവകേരള സൃഷ്ടിക്കായി. അപ്പോൾ തുടങ്ങുന്നത് തന്നെ മഹാകവി കുമാരനാശാൻ്റെ ഒരു കൃതിയിലെ വരികളാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് വരികൾ ഒന്ന് ഓർത്തു വെക്കുക. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ. ഈ വരികൾ ഏത് കൃതിയിലേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. അപ്പോൾ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അനേകം സാമൂഹിക തിന്മകളും അതുപോലെ തന്നെ അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നതിന് കൊണ്ടാണ് ഈ സാമൂഹിക അവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ ഇത് നിലനിന്നിരുന്നത് കൊണ്ടാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. കാരണം ഇതാണ്, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥ, അത് കാരണത്താലാണ് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അടുത്തത് നമുക്ക് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പ്രധാനപ്പെട്ട ഈ അധ്യായത്തിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതാണ് നോക്കുന്നത്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് ചോദിക്കാം. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച മഹത് വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇദ്ദേഹമാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. അപ്പോൾ ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും ശബ്ദമുയർത്തി. അപ്പോൾ 2 പോയിന്റ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമികൾ, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ PSC പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. അപ്പോൾ പ്രീവിയസ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സമത്വ സമാജം എന്ന് കേട്ടാലേ അറിയാം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ. അടുത്തത്, ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമുണ്ടായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വേല ചെയ്താൽ കൂലി കിട്ടണം. അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാട് ജനങ്ങളെ സ്വാധീനിക്കുകയുണ്ടായി. ഇനി ഇദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചത് വെണ്ണീച ഭരണം എന്ന പ്രയോഗമാണ്. അപ്പോൾ വെണ്ണീച ഭരണം എന്ന ബ്രിട്ടീഷ് ഭരണത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെണ്ണീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഘടന നമ്മൾ പഠിച്ചത് സമത്വ സമാജം എന്ന സംഘടനയാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ
ഇവർക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരുപാട് ചോദ്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം, അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തി, വേല ചെയ്താൽ കൂലി കിട്ടണം, വെണ്ണീച്ച ഭരണമെന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചതെല്ലാം വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് വിദ്യയും വിത്തവും, ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനന വർഷം ചോദിക്കാറുണ്ട്. ജനന വർഷം 1853, 1853. അപ്പോൾ അത് ഇവരുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ലെങ്കിലും പ്രീവിയസ് ചോദ്യമാണ്. 1853, 1853 ഓഗസ്റ്റ് 25 ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് ചോദിക്കുന്നത്. അതുപോലെ ഇദ്ദേഹം സമാധിയായ വർഷവും പ്രധാനപ്പെട്ടതാണ്. 1924 മെയ് 5 സമാധി. അപ്പോൾ ജനനം 1853 ഓഗസ്റ്റ് 25, സമാധി 1924 മെയ് 5. 1924 മെയ് 5 ഇദ്ദേഹം സമാധിയായത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനിച്ച ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതും പ്രീവിയസ് ചോദ്യമാണ്. ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 25. ഇദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം കണ്ണമ്മൂലയിലാണ്, കൊല്ലൂർ എന്ന സ്ഥലത്ത് കണ്ണമ്മൂലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ അതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. ഇദ്ദേഹം ജനിച്ച സ്ഥലം കണ്ണമ്മൂലയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ജന്മഗൃഹം ഉള്ളൂർക്കോട് വീടാണ്, ഉള്ളൂർക്കോട് വീട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പോയിന്റ്സ് നോക്കാം. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികളാണ്. അധസ്ഥിതരോടൊപ്പം അത് അങ്ങനെ നോക്കണം. അല്ലാതെ നമ്മൾ മിശ്രഭോജനം പഠിക്കാനുള്ളത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയതെന്ന് പറയപ്പെടുന്നത്. എന്നാൽ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ എന്ന് അധസ്ഥിതരോടൊപ്പം നടത്തിയത് സ്വാമികളാണ്, ചട്ടമ്പി സ്വാമികളാണ്. അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ പ്രധാനപ്പെട്ട ചോദിക്കുന്നത് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, അതുപോലെ തന്നെ പ്രാചീന മലയാളം. അപ്പോൾ ഈ വേദാധികാര നിരൂപണം, വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാവർക്കും അവകാശപ്പെട്ടത്, എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് സമർത്ഥിക്കുന്ന സ്വാമികളുടെ കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേദാധികാര നിരൂപണമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃതിയിൽ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഈ ഒരു കൃതിയെ ആണ് സ്വാമി വിവേകാനന്ദൻ ഈ കൃതിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഏത് കൃതിയെക്കുറിച്ചാണ്? വേദാധികാര നിരൂപണം. അപ്പം 2 പോയിന്റ്. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്നും അതെല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദാധികാര നിരൂപണമാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? വേദാധികാര നിരൂപണമാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാചീന മലയാളമാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്രാചീന മലയാളമാണ്. ഇനി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഇദ്ദേഹം സമാധിയായത് 1924 മെയ് 5 കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ഇദ്ദേഹം സമാധിയായത്. 1924 മെയ് 5. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്ന മറ്റൊരു പോയിന്റാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി പ്രീവിയസ് ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞൻ പിള്ളയാണ്. ബാല്യകാല നാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞൻ പിള്ള. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യപ്പനാണ്. ഇപ്പോൾ 2 ഓർക്കുക. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു, എന്നാൽ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. അപ്പോൾ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിൽ ഇദ്ദേഹം ചട്ടമ്പി എന്ന പേര് വന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ലീഡർ ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ചട്ടമ്പി എന്ന പേര് വന്നത്. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്.
ഓക്കെ, അടുത്തത് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, പ്രീവിയസ് ചോദ്യമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. എങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എടുത്തു പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇദ്ദേഹം സർവമത സഹോദര്യത്തിന് വേണ്ടി ആലുവയിൽ ആലുവയിൽ വെച്ചാണ് സർവമത സമ്മേളനം നടത്തിയത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് സർവമത സമ്മേളനം നടത്തിയത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സർവമത സമ്മേളനം നടത്തിയ വർഷവും ചോദിച്ചു കഴിഞ്ഞാൽ സർവമത സമ്മേളനം നടത്തിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. 1924 സർവമത സമ്മേളനം നടത്തിയത്. സർവമത സഹോദര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് നടത്തിയത്. ആലുവയിൽ വെച്ച് 1924. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷൻ, ഈ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അന്നത്തെ മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആയിരുന്നു എന്നതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ജസ്റ്റിസ് ടി സദാശിവ അയ്യർ. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ 2-3 കോഡ്സ് പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം 1924 ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടത്തിയത്. അപ്പോൾ ഈ ആലുവ സർവമത സമ്മേളനം വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1924. ഈ സമ്മേളനത്തിൻ്റെ കവാടത്തിൽ അദ്ദേഹം കുറിച്ചു വെച്ചത് ഇങ്ങനെയാണ്: വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. അപ്പോൾ ആ ഒരു സമ്മേളനവുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹം കുറിച്ച വാക്കുകളാണ്: വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇനി മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കോഴ്സാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിക്കുകയും വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു പോയിന്റാണ്: പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് പുളികുടി അന്ന് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം ഏതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. ആ സമ്മേളനത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പരവൂർ സമ്മേളനമാണ്. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം ഉത്തരം പരവൂർ സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഇദ്ദേഹമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. 1903 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് 1903. ഇദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. അപ്പോൾ ഇദ്ദേഹം ജനിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1856 ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1856 ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1856 ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഇദ്ദേഹം മരിച്ച ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 1928 ഇദ്ദേഹം സമാധിയായത്. ശ്രീനാരായണ ഗുരുവിൻ്റെതാണെങ്കിൽ 1856 ആണ്. അപ്പോൾ അത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ അത് പറഞ്ഞതാണെങ്കിൽ 1853 ശ്രീനാരായണ ഗുരുവിനേക്കാളും 3 വർഷം മുന്നേ 1853 ചട്ടമ്പി സ്വാമികളുടേതാണ്. അതിൽ ഡേറ്റ് സഹിതം ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതെല്ലാം? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം
തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ ഈ കൃതികളല്ലാതെയും ചോദിക്കുന്ന കൃതികളുണ്ട്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇവർക്ക് പഠിക്കാനുള്ള കൃതികൾ മാത്രമേ പറയുന്നുള്ളൂ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ഇനി ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അതിൽ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ, പ്രധാനപ്പെട്ട 3 പ്രതിഷ്ഠകളാണ് പറഞ്ഞത്. അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഇതിൽ ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. അപ്പോൾ ചോദ്യം, ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്താണ്. ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്താണ് അവസാന പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഓം എന്നെഴുതിയ കണ്ണാടിയാണ്. അതുകൂടി ഓർത്തു വെക്കുക. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു പറഞ്ഞതാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ കോഡ്സ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അടുത്തത് അയ്യങ്കാളിയെ കുറിച്ചാണ് നോക്കാനുള്ളത്. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് 1863 ചട്ടമ്പി സ്വാമി ജനിച്ചത് 1853 അയ്യങ്കാളി ജനിച്ചത് 1863. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു അയ്യങ്കാളി. ഇദ്ദേഹം അധസ്ഥിതർക്ക് വേണ്ടി ഒരു വിദ്യാലയം ആരംഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1904 വിദ്യാലയം ആരംഭിച്ചത്. 1904. അതുപോലെ തന്നെ പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വേങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 വേങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത്. പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വേങ്ങാനൂരിലാണ് അദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. ഓഗസ്റ്റ് 28, ആ ഡേറ്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓഗസ്റ്റ് 28 ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇദ്ദേഹം അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാലയം ആരംഭിച്ചത് 1904. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കോട്ടാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിൽ െല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയത് അയ്യങ്കാളിയാണ്. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി. അപ്പോൾ ഇദ്ദേഹം ജനിച്ച സ്ഥലം വേങ്ങാനൂരാണ്. വേങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വേങ്ങാനൂരിൽ ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാവത്ര വീടാണ്. പ്ലാവത്ര വീട് ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഒന്ന് ഓർത്തു വെക്കുക. പ്ലാവത്ര വീട്. ഓക്കെ, ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാധുജന പരിപാലന സംഘം. സ്ഥാപിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1907. അപ്പോൾ ഇതിന് ഇദ്ദേഹം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന SNDP തന്നെയാണ്. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. വർഷം 1907 ഇദ്ദേഹം ഇത് സ്ഥാപിച്ചത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര വർഷം 1893 വേങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിക്കുകയുണ്ടായി. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നത് വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്ന് എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ്. വേങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. അപ്പോൾ ഓർക്കുക, അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര 1893.
അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഇതായിരുന്നു ഈ സാധുജന പരിപാലന സംഘം എന്ന സംഘടനയുടെ ലക്ഷ്യം. സാധുജന പരിപാലന സംഘടന എന്ന അതിൻ്റെ ലക്ഷ്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്തത് കല്ലുമാല സമരം ഇദ്ദേഹം നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായ സമരമായിരുന്നു കല്ലുമാല സമരം. അപ്പോൾ ഈ കല്ലുമാല സമരം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഈ കല്ലുമാല ബഹിഷ്കരിക്കാൻ ഇദ്ദേഹം അവരോട് അഭ്യർത്ഥിച്ചു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ ഇവരോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ അവരെല്ലാം ഈ കല്ലുമാല വലിച്ചെറിയുകയും ചെയ്ത സമരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കല്ലുമാല സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പുലയ ലഹള നയിച്ച നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അയ്യങ്കാളിയാണ് പുലയ ലഹള നയിച്ചത്. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. ഓക്കെ, അയ്യങ്കാളിയുടെ സ്മാരകം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രകൂടമാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടമാണ്. ചിത്രകൂടം. അപ്പോൾ നമ്മൾ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞ ഇവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഇദ്ദേഹം 1904 അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാലയം സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്: ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്. ജനിച്ചത് വേങ്ങാനൂരിലാണ്. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടന സാധുജന പരിപാലന സംഘം. ഇദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്ര 1893 കല്ലുമാല സമരം ഇദ്ദേഹം കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്ത സമരമാണ് കല്ലുമാല സമരം. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടമാണ്. ചിത്രകൂടം. അപ്പോൾ ആ സ്മാരകം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രകൂടമാണ്. അതുപോലെ തന്നെ ഊരൂട്ടമ്പല ലഹള പുലയ ലഹളയുടെ മറ്റു പേരുകളാണ്. പുലയ ലഹളയുടെ മറ്റു പേരുകളാണ് ഊരൂട്ടമ്പലം ലഹള 1915 ഊരൂട്ടമ്പലം ലഹള. അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1915 നടന്ന പുലയ ലഹളയാണ്. പുലയ ലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ്. അപ്പോൾ ഇദ്ദേഹം വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രഖ്യാപനങ്ങൾ, ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത് സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യൻ പുരോഗതി സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ചതിൽ പ്രമുഖനായിരുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലുള്ള വാക്യങ്ങളാണ് ഈ പറഞ്ഞത്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. അതുപോലെ തന്നെ മതവിദ്യാഭ്യാസം മാത്രം പോരാ, ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുകയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സംഘടനകളെ ബോധവൽക്കരിക്കുകയുണ്ടായി. അപ്പോൾ മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിലാണ്. മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത്. മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. അപ്പോൾ PSC എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അടുത്തത്. ഇദ്ദേഹത്തിൻ്റെ മാസികകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ്. നോട്ട് ചെയ്ത് വെക്കുക. മുസ്ലിം അൽ ഇസ്ലാം എന്ന മാസികകൾ ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഇതേപോലെ റിലേറ്റ് ചെയ്ത് അൽ അമീൻ ആരുടേതെന്നുകൂടി നോക്കി വെക്കുക. അൽ അമീൻ, അതുപോലെ തന്നെ അൽ ഹിലാൽ, അൽ ബലാഗ്, ഇങ്ങനത്തെ കൃതികൾ ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്നതാണ്. അൽ ഹിലാലും അൽ ബലാഗ്. അപ്പോൾ അൽ ഹിലാൽ അൽ ബലാഗ് ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണ്? അൽ ഹിലാലും അൽ ബലാഗും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ്. അൽ ഹിലാൽ അൽ ബലാഗ്, അൽ ഹിലാലും അൽ ബലാഗും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതും.
ഇനി അൽ അമീൻ ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ അമീൻ അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റേതുമാണ്. അപ്പോൾ അത് കൺഫ്യൂസിങ് ഫാക്ട്സിൽ എഴുതി വെച്ച് പഠിക്കാനുള്ള, സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അൽ ഇസ്ലാം മുസ്ലിം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതും. അൽ അമീൻ അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റേതും. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതുമാണ്. മുസ്ലിം എന്ന മാസിക ആരുടേതാണ്? മുസ്ലിം, അൽ ഇസ്ലാം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ അത് ചോദിക്കുന്നതാണ്, പ്രീവിയസ് ചോദ്യമാണ്. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ഇനി ഈ സ്വദേശാഭിമാനി പത്രം ഈ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്നതിനാൽ ഈ പത്രം 1910 കണ്ടുകെട്ടുകയും ആ സമയത്തെ പത്രാധിപർ, ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ ഇദ്ദേഹത്തെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാട് സ്വീകരിച്ചത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നു ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെ, ഈ പത്രം കണ്ടുകെട്ടിയ വർഷം ചോദിക്കുന്നതാണ്. 1910 1910 ഈ പത്രം കണ്ടുകെട്ടിയത്. ഓക്കെ, അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ കുറച്ച് അഭിപ്രായങ്ങൾ? അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മാസിക അൽ ഇസ്ലാം മുസ്ലിം, ഇദ്ദേഹത്തിൻ്റെ പത്രം സ്വദേശാഭിമാനി പത്രം, അതുപോലെ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് മുസ്ലിം ഐക്യ സംഘം. തെറ്റിപ്പോകരുത്, മുസ്ലിം ഐക്യ സംഘം എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിൽ. ഇനി അടുത്തത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇദ്ദേഹം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ പ്രചരിപ്പിച്ച കുറച്ച് വരികളാണ്: കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന പാട്ടിലൂടെ അഭിപ്രായപ്പെട്ടത്. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇങ്ങനെയൊക്കെ പ്രഭാഷണങ്ങളിലൂടെയും പാട്ടിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അതുപോലെ തന്നെ മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ട പാടിയ വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അറിവിനും ആത്മീയതയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പൊയ്കയിൽ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തി കുമാരഗുരുദേവനാണ്. ഇദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപ്പേരൂരിൽ ജനിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യാക്ഷ രക്ഷാ ദൈവസഭ. 1909 1909 പ്രത്യാക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹം 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പോൾ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ഒരു വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി. അടുത്തത് ഇദ്ദേഹം നയിച്ച ഒരു ജാഥ ഇമ്പോർട്ടൻ്റ് ആണ്, യുദ്ധവിരുദ്ധ ജാഥ. ഇത് 1-ാം ലോക യുദ്ധകാലത്താണ് ഇദ്ദേഹം നടത്തിയത്. മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ്? മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ വ്യക്തിയാണ് ശ്രീ കുമാരഗുരുദേവൻ. ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. അപ്പോൾ ഏത് ജാഥയിലാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയത്? ലോകത്തിന് സമാധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധവിരുദ്ധ ജാഥയിലാണ്. യുദ്ധവിരുദ്ധ ജാഥ. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു അന്ന്. അടുത്തത്
അന്ധവിശ്വാസങ്ങൾക്കെതിരെ മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ പ്രമുഖനായ മറ്റൊരു വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. അപ്പം മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തനം നടത്തിയ വ്യക്തി എന്ന് പറഞ്ഞ് PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ചോദ്യമാണ്. വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അപ്പോൾ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഓക്കെ, അടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമികളാണ്. ഇനി സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് എന്ന ഭാഗത്ത് സ്ത്രീകൾ നേതൃത്വം നൽകിയ സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം. കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിലാണ്. അപ്പോൾ എവിടെയാണ് തോൽവിറക് സമരം, ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന സമരമാണ് തോൽവിറക് സമരം. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്നതാണ് മേച്ചിൽ പുല്ല് സമരം. അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾ നയിച്ച സമരങ്ങളാണ്. സ്ത്രീകൾ നയിച്ച ആദ്യം പറഞ്ഞ തോൽവിറക് സമരം ഇമ്പോർട്ടൻ്റ് ആണ്. തോൽവിറക് സമരം നടത്തിയത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. അതുപോലെ തന്നെ കണ്ടകൈ ഗ്രാമത്തിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാക്കമ്മയാണ്. കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ് കണ്ടകൈ ഗ്രാമത്തിൽ നേതൃത്വം നടത്തിയ ആ സമരത്തിന്റെ പേരെന്തായിരുന്നു? മേച്ചിൽ പുല്ല് സമരം എന്നായിരുന്നു. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയായിരുന്നു കണ്ടകൈ കുഞ്ഞാക്കമ്മ. അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ അന്നത്തെ പോരാടിയ വ്യക്തികളായിരുന്നു VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും തുടങ്ങിയവർ. VTയുടെ ഒരു പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, നാടകമാണ്. VTയുടെ നാടകത്തിൻ്റെ പേരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ പ്രേംജിയുടെ മറ്റൊരു നാടകമാണ്, പ്രേംജി എഴുതിയ നാടകമാണ് ഋതുമതി. അപ്പോൾ ഈ ഒരു ഋതുമതി എന്ന നാടകം ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേംജിയുടേതാണ്. പ്രേംജി ഋതുമതി എന്ന നാടകം. അപ്പോൾ ഇത് നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിൽ മുന്നിൽ തുറന്നു കാട്ടിയ നാടകങ്ങളായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അതുപോലെ തന്നെ ഋതുമതി. നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ നാടകങ്ങളായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അതുപോലെ തന്നെ ഋതുമതി എന്ന നാടകവും. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം തുടങ്ങിയവർ. അപ്പോൾ നമ്പൂതിരി സ്ത്രീകൾക്ക് അവരുടെ പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യാപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം തുടങ്ങിയവർ. അടുത്തത് മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടി ഈ ചാപ്റ്ററിൽ അവർക്ക് പഠിക്കാനുണ്ട്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മതി. കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതെല്ലാം? LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി, CMS ചർച്ച് മിഷൻ സൊസൈറ്റി, BEM ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മറ്റ് പരിഷ്കർത്താക്കളായിരുന്നു സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സനാഉള്ള, സായിദ് മക്തിത്തങ്ങൾ തുടങ്ങിയവർ. അപ്പോൾ അവരെക്കുറിച്ചും കൂടെയൊക്കെയുള്ള പോയിന്റ്സ് പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇവരുടെ പേരുകൾ തന്നിട്ടുണ്ടതേ ഉള്ളൂ. അതായത് കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണർവ് സൃഷ്ടിച്ച പരിഷ്കർത്താക്കളുടെ ലിസ്റ്റിലാണ് സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, അതുപോലെ തന്നെ മക്തിത്തങ്ങൾ തുടങ്ങിയവരെ കുറിച്ചും കൂടി പഠിക്കാനുണ്ട്.
അപ്പോൾ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ കാരണം കേരളത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. അപ്പോൾ പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ഒന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അയ്യങ്കാളി. അതുപോലെ തൊഴില്, പേര്, പാർപ്പിടം, വസ്ത്രം ഇവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം മൂലമായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി, ശ്രീ കുമാരഗുരുദേവൻ, മക്തിത്തങ്ങൾ, പണ്ഡിറ്റ് KP കറുപ്പൻ, വാക്പടാനന്ദൻ, VT പടതിരിപ്പാട്. അപ്പോൾ ഇവരെയൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ എന്തായാലും വരുന്ന പരീക്ഷയ്ക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഇതിൽ നിന്നൊക്കെ ഒരു 6 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു കാര്യം കൂടി, സമത്വ സമാജം മാച്ച് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. സമത്വ സമാജം ആരുടേതാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുവാണ്. അടുത്ത ചാപ്റ്റർ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.